നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടയ്ക്കൽ. PSLV-C 62 ദൗത്യം പരാജയം. മൂന്നാം ഘട്ടത്തിന് ശേഷം വിക്ഷേപണ പാതയിൽ വ്യതിയാനം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO നടത്തിയ PSLV-C 62 ദൗത്യം പരാജയപ്പെട്ടു. മൂന്നാം ഘട്ട ജ്വലനത്തിന് ശേഷം വിക്ഷേപണ പാതയിൽ സാങ്കേതിക വ്യതിയാനം ഉണ്ടായതായി അധികൃതർ അറിയിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ പുറത്തുവിടുമെന്ന് ISROയും വ്യക്തമാക്കി. പിഴ അടച്ചില്ലെങ്കിൽ ലൈസൻസ് പോകും, RCയും പോകും. ട്രാഫിക് നിയമലംഘനത്തിൽ നടപടി കർശനമാക്കുന്നു. നിയമലംഘനങ്ങൾക്ക് പിഴ കൊടുക്കാത്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്ന നിയമം നടപ്പാക്കാൻ ഗതാഗത വകുപ്പ് ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ടുകൾ. MVDയും പോലീസും ചുമത്തുന്ന പിഴയിൽ വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് അടയ്ക്കുന്നതെന്നാണ് കണക്കുകൾ പറയുന്നത്. പലരും പിഴകൾ ഗൗരവത്തോടെ കാണുന്നുമില്ല. ഈ സാഹചര്യത്തിലാണ് നിയമം നടപ്പാക്കാൻ ഗതാഗത വകുപ്പ് ഒരുങ്ങുന്നത്. ഗതാഗത നിയമം ലംഘിച്ച വ്യക്തി ഇതുമായി ബന്ധപ്പെട്ട ചലാനുകൾ 3 ദിവസത്തിനുള്ളിൽ ഇലക്ട്രോണിക്കലായോ 15 ദിവസത്തിനുള്ളിൽ നേരിട്ട് കൈപ്പറ്റണമെന്നാണ് പ്രധാന നിർദ്ദേശം. അതിനുശേഷം 40 ദിവസത്തിനുള്ളിൽ പിഴ അടയ്ക്കുകയോ നിയമലംഘനം നടന്നില്ലെങ്കിൽ തെളിവ് സഹിതം അത് തെളിയിക്കുകയോ വേണം. ഇതിന് തയ്യാറായില്ലെങ്കിൽ ലൈസൻസ് രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള സസ്പെൻഡ് ചെയ്യുമെന്ന് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുക. പൊങ്കൽ പ്രമാണിച്ച് കേരളത്തിലെ 6 ജില്ലകളിൽ വ്യാഴാഴ്ച അവധി പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം തമിഴ്നാട്ടിലെ മുഖ്യ ആഘോഷമായ തൈപ്പൊങ്കൽ പ്രമാണിച്ച് സംസ്ഥാനത്തെ 6 അതിർത്തി ജില്ലകൾക്ക് ഈ മാസം 15 പ്രാദേശിക അവധിയായിരിക്കും. ഇടുക്കി, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, പാലക്കാട്, വയനാട് ജില്ലകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജാമ്യവ്യവസ്ഥ ലംഘിച്ചെന്ന് രാഹുൽ ഈശ്വറിന് കോടതി നോട്ടീസ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യ ബലാത്സംഗ പരാതി നൽകിയ അതിജീവിതയെ അധിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ ജാമ്യത്തിലിറങ്ങിയ രാഹുൽ ഈശ്വറിന് കോടതി നോട്ടീസ്. ACJM കോടതിയാണ് നോട്ടീസ് അയച്ചത്. ഈ മാസം 19 നേരിട്ടോ അഭിഭാഷകൻ മുഖേനയോ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. രാഹുൽ ഈശ്വർ ജാമ്യവ്യവസ്ഥ ലംഘിച്ചുവെന്നും അദ്ദേഹത്തിന് ജാമ്യം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് സൈബർ പോലീസ് നൽകിയ അപേക്ഷയിലാണ് നോട്ടീസ്. ജാമ്യത്തിലിറങ്ങിയ രാഹുൽ ഈശ്വർ സമൂഹ മാധ്യമത്തിലൂടെ തന്നെ അവമാനിക്കുകയും വിധം പ്രതികരണങ്ങൾ നടത്തിയെന്ന് അതിജീവിത പോലീസിൽ പരാതി നൽകിയിരുന്നു. അതേസമയം തനിക്കെതിരെ പരാതി നൽകിയ അതിജീവിതയ്ക്കെതിരെ താനും പരാതി നൽകിയെന്നാണ് രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം. തനിക്കെതിരെ നിരന്തരം പരാതി നൽകി സ്വൈര ജീവിതം നശിപ്പിക്കുകയാണ് അതിജീവിതയെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. കേന്ദ്ര ബജറ്റിൽ 2026 നികുതി നിയമങ്ങൾ പരിഷ്കരിക്കാനൊരുങ്ങി സർക്കാർ. 2026 കേന്ദ്ര ബജറ്റിലെ ആദായ നികുതി നിരക്കുകൾ വലിയ തോതിലുള്ള ഇളവുകൾ ഉണ്ടാകില്ലെന്നാണ് സൂചന. നിലവിലുള്ള സങ്കീർണമായ നികുതി നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിലൂടെ സാധാരണക്കാരായ നികുതിദായകർക്ക് നടപടിക്രമങ്ങൾ കൂടുതൽ എളുപ്പമാക്കാനാണ് കേന്ദ്ര ധനമന്ത്രാലയം ലക്ഷ്യമിടുന്നത്. നികുതി നിയമങ്ങൾ ലഘൂകരിക്കുന്നതിൻ്റെ ഭാഗമായി IT റിട്ടേൺ ഫയൽ ചെയ്യുന്നതിലെ സങ്കീർണതകൾ കുറയ്ക്കാനും പരാതി പരിഹാര സംവിധാനങ്ങൾ കൂടുതൽ സുതാര്യമാക്കാനും സർക്കാർ പദ്ധതിയിടുന്നുണ്ട്. നികുതി നോട്ടീസുകൾ അയക്കുന്നതിലും അസസ്മെന്റ് നടപടികളിലും കൂടുതൽ കൃത്യത കൊണ്ടുവരുന്നതിലൂടെ നികുതിദായകരുടെയും വകുപ്പ് തമ്മിലുള്ള തർക്കങ്ങൾ കുറയ്ക്കാൻ സാധിക്കുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. കോർപ്പറേറ്റ് മേഖലയിലും വ്യക്തിഗത ആദായ നികുതിയിലും വലിയ മാറ്റങ്ങളില്ലെങ്കിലും നികുതി വെട്ടിപ്പ് തടയാനും കൃത്യമായ നികുതി പിരിവ് ഉറപ്പാക്കാനുള്ള ആധുനിക സംവിധാനങ്ങൾ ബജറ്റിൽ പ്രഖ്യാപിച്ചേക്കാം. ലളിതമായ ഭാഷയും കുറഞ്ഞ നികുതി നിയമങ്ങളും ഉൾപ്പെടുത്തി നികുതിദായകരുടെ ഭാരം കുറയ്ക്കുന്ന നയമാണ് വരാനിരിക്കുന്ന ബജറ്റിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കാൻ സാധ്യതയുള്ളത്. കഴിഞ്ഞ ബജറ്റിൽ പുതിയ നികുതി വ്യവസ്ഥയ്ക്ക് കീഴിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ ഇത്തവണ സ്ലാബുകൾ മാറ്റം വരുത്തുന്നതിന് പകരം നികുതി ഘടനയുടെ ലളിതവൽക്കരണത്തിനാണ് സർക്കാർ മുൻഗണന നൽകുന്നത്. ഫെബ്രുവരി 1-നാണ് അവതരിപ്പിക്കുന്ന ഈ ബജറ്റിൽ പുതിയ ആദായ നികുതി സമയം സംബന്ധിച്ച നിർണായക വിവരങ്ങളും ഉണ്ടായേക്കാം. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയുടെ അഭിഭാഷകനെതിരെ രൂക്ഷ വിമർശനവുമായി കോടതി. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയുടെ അഭിഭാഷക അഡ്വക്കേറ്റ് TB വിനിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി വിചാരണ കോടതി. വിചാരണ സമയത്ത് 10 ദിവസത്തിൽ താഴെ മാത്രമാണ് അഭിഭാഷക കോടതിയിൽ എത്തിയതെന്നും അരമണിക്കൂർ മാത്രമാണ് അഭിഭാഷക കോടതിയിൽ ഉണ്ടായിരുന്നതെന്നും കോടതി വിമർശനം ഉന്നയിച്ചു. കോടതിയിലേക്ഷ ഹർജികൾ പരിഗണിക്കുന്നതിനിടെയാണ് വിമർശനം. അതിജീവിതയുടെ അഭിഭാഷക ഇന്നും ഹാജരായിരുന്നില്ല. വിശ്രമ സ്ഥലം എന്ന രീതിയിലാണ് അഭിഭാഷക കോടതിയിൽ എത്താറുള്ളതെന്നും ഉറങ്ങുകയാണ് പതിവെന്നും കോടതി വിമർശിച്ചു. എന്നിട്ടാണ് കോടതി അത് കേട്ടില്ല, പരിഗണിച്ചില്ല എന്ന് പറയുന്നതെന്നും കോടതി പറഞ്ഞു. പ്രസവിച്ച യുവതിയുടെ വയറിൽ തുണിക്കഷ്ണം, കേസെടുത്ത് പോലീസ്. മാനന്തവാടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവിച്ച യുവതിയുടെ ശരീരത്തിൽ നിന്ന് തുണിക്കഷ്ണം കണ്ടെത്തിയ സംഭവത്തിൽ കേസെടുത്ത് മാനന്തവാടി പോലീസ്. മാനന്തവാടി SI MC പവനാണ് അന്വേഷണ ചുമതല. ചികിത്സാ പിഴവ് സംബന്ധിച്ച് മാനന്തവാടി പാണ്ടിക്കടവ് സ്വദേശിയായ യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. പോലീസ് യുവതിയുടെ വീട്ടിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. ശരീരത്തിൽ നിന്ന് ലഭിച്ച തുണിയുടെ കഷ്ണം അന്വേഷണത്തിന്റെ ഭാഗമായി കസ്റ്റഡിയിലെടുത്തു. ശരീരഭാഗത്തുനിന്ന് 2 കഷ്ണം തുണിയാണ് ലഭിച്ചത്. ഇതിൽ ഒന്ന് കഴിഞ്ഞ ദിവസം അന്വേഷണത്തിനെത്തിയ ആരോഗ്യവകുപ്പ് ഡയറക്ടറെ സംഘത്തിന് കൈമാറിയിരുന്നു. അസഹനീയമായ വേദത്തെ തുടർന്ന് 21-കാരി ആശുപത്രിയെങ്കിലും സ്കാനിംഗ് തയ്യാറായില്ലെന്നും പരാതിയിൽ ആരോപിക്കുന്നതിന് ശേഷം തുണിക്കഷ്ണം ശരീരത്തിൽ നിന്ന് പുറത്തുവന്നാണ് പരാതി. മാനന്തവാടി പാണ്ടിക്കടവ് സ്വദേശിയായ യുവതിയാണ് മെഡിക്കൽ കോളേജിലെ സ്ത്രീരോഗ വിഭാഗം ഡോക്ടർക്കെതിരെ പരാതി നൽകിയത്. മന്ത്രി OR കേളു, DMO, ആശുപത്രി സൂപ്രണ്ട് എന്നിവർക്കിതാണ് പരാതി നൽകിയത്. പ്രസവശേഷം
അസഹനീയമായ വേദന അനുഭവത്തെ തുടർന്ന് 2 തവണ ആശുപത്രിയിൽ പോയെങ്കിലും ആശുപത്രി സ്കാനിങ്ങിന് തയ്യാറായില്ല. ഡോക്ടറുടെ ശ്രദ്ധക്കുറവാണ് കുടുങ്ങാൻ കാരണമെന്നും കുടുംബം ആരോപിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.